നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെടിനിർത്തലല്ലെങ്കിൽ ആണവ കരാർ സംബന്ധിച്ച നയതന്ത്ര ചർച്ചകളിൽ യുഎസിനെ വിശ്വസിക്കാൻ കഴിയുമെന്ന് ഇറാൻ വിശ്വസിക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി. ഇസ്രായേൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരായ ആക്രമണത്തിനുള്ള ഒരു മറയായിരുന്നു യുഎസ് മധ്യസ്ഥതയിലുള്ള 6ാം റൗണ്ട് ആണവ ചർച്ചകളെന്ന് അറാഗ്ചി സൂചിപ്പിച്ചു. ഇപ്പോൾ അവരുടെ മനസ്സിൽ ഈ പദ്ധതി ഉണ്ടായിരുന്നിരിക്കാം. അത് മറച്ചുവെക്കുവാൻ അവർക്ക് ചർച്ചകൾ ആവശ്യമായി വന്നേക്കാമെന്നും അറാഗ്ചി പറഞ്ഞു. അവരെ ഇനി എങ്ങനെ വിശ്വസിക്കാമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. വാസ്തവത്തിൽ അവർ ചെയ്തത് നയതന്ത്രത്തിന്റെ വഞ്ചനയായിരുന്നു. നിലവിലെ യുദ്ധകാലത്ത് യുഎസുമായി ചർച്ച നടത്തുവാൻ തന്റെ രാജ്യം തയ്യാറല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആക്രമണം തുടരുന്നിടത്തോളം കാലം അവരുമായി ഇനി ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. തന്റെ രാജ്യം യുറേനിയം സമ്പുഷ്ടീകമാക്കുന്നത് തുടരും. ട്രംപിന്റെ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫിനോട് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇദ്ദേഹം NBCയോട് പറഞ്ഞു. പൂജ്യം സമ്പുഷ്ടീകരണം അസാധ്യമാണെന്നാണ് താൻ അദ്ദേഹത്തോട് പലതവണ പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ സ്വന്തം ശാസ്ത്രജ്ഞരുടെ നേട്ടമാണ്. ഇത് ദേശീയ അഭിമാനത്തിന്റെയും അന്തസ്സിന്റെയും പ്രശ്നമാണ്. ഒരു മാന്യനാണ് വിറ്റ്കോഫ്. നിങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരാൾ ആണെന്ന് താൻ കരുതിയെന്നും എന്നാൽ മുന്നോട്ട് പോകുന്നതിൽ അദ്ദേഹം വിശ്വസിക്കുന്നില്ലെന്നും അദ്ദേഹം കുറിച്ചു. അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ കാര്യങ്ങളും പാലിക്കാത്തതിനാൽ ഇപ്പോൾ ഞങ്ങൾക്കിടയിൽ ആത്മവിശ്വാസക്കുറവുണ്ട്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത അറിവ് ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ നശിപ്പിക്കില്ലെന്ന് താൻ വിശ്വസിക്കുന്നുവെന്ന് അറാഗ്ചി പറഞ്ഞു. അവർ 1 or 2 സൗകര്യങ്ങൾ നശിപ്പിച്ചാൽ നമുക്ക് അവ പുനർനിർമ്മിക്കുവാൻ കഴിയും. കാരണം അറിവ് ഇവിടെയുണ്ട്, സാങ്കേതികവിദ്യ അവിടെയുണ്ട്. നമ്മൾ സ്വയം നേടിയെടുത്തിരിക്കുന്നു. സാങ്കേതികവിദ്യയെ പഴയപടിയാക്കുവാൻ കഴിയില്ല. ബോംബുകൾ കൊണ്ട് നശിപ്പിക്കുവാൻ കഴിയില്ല. ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അമേരിക്കയ്ക്ക് അറിയാമെന്നും എന്നാൽ സമീപ ഭാവിയിൽ അമേരിക്ക അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരില്ല എന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സുപ്രീം ലീഡർ എന്ന് വിളിക്കപ്പെടുന്നയാൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് തങ്ങൾക്ക് കൃത്യമായി അറിയാം. അദ്ദേഹം ഒരു എളുപ്പ ലക്ഷ്യമാണ്, പക്ഷേ അവിടെ സുരക്ഷിതനാണ്. തങ്ങൾ അദ്ദേഹത്തെ ഇപ്പോൾ കൊല്ലാൻ പോകുന്നില്ല എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇതൊരു ഭീഷണിയായിട്ടല്ല, മറിച്ചൊരു വലിയ നയതന്ത്ര മണ്ടത്തരമായിട്ടാണ് കാണുന്നതെന്നാണ് അറാഗ്ചി പ്രതികരിച്ചത്. ഞാൻ അതിനെ ഒരു അപമാനമായിട്ടാണ് കാണുന്നത്. സൂപ്പർ പവർ എന്ന് വിളിക്കപ്പെടുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റിന് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു എന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഞങ്ങൾ എല്ലായ്പ്പോഴും പ്രസിഡന്റ് ട്രംപിനെ കുറിച്ച് ബഹുമാനത്തോടെയാണ് സംസാരിച്ചിട്ടുള്ളത്. നമ്മുടെ ബഹുമാനീയനായ നേതാവിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ച രീതി തീർച്ചയായും സ്വീകാര്യമല്ല എന്നാണ് അറാഗ്ചി കൂട്ടിച്ചേർത്തത്. ഖമേനിയെ കൊല്ലുന്നത് യുദ്ധത്തിന്റെ ഗതി മാറ്റുമെന്ന് ഇസ്രായേൽ നേതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത് സംഘർഷം അയവ് വരുത്താൻ പോകുന്നില്ല, പക്ഷേ ഇസ്രായേൽ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യമായിരിക്കുമെന്ന് അറാഗ്ചി പറഞ്ഞു. ഇതിനിടെ വടക്കൻ ഇറാനിൽ ശക്തമായ ഭൂചലനവും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. റിക്ടർ സ്കെയിലിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് അനുഭവപ്പെട്ടതെന്ന് US ജിയോളജിക്കൽ സർവേ അറിയിച്ചു. സെംനാൻ, ടെഹ്റാൻ, അൽബോൺസ് പ്രവിശ്യകളാണ് പ്രധാനമായും ഭൂചലനമുണ്ടായത്. പ്രാദേശിക സമയം രാത്രി 9:19 സെംനാനിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി 10 കിലോമീറ്റർ ആഴത്തിലായാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. നാശനഷ്ടങ്ങളോ ആളപായങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ശക്തിയേറിയ പ്രകമ്പനമാണ് അനുഭവപ്പെട്ടതെന്ന് താമസക്കാർ പറഞ്ഞു. ബാധിത പ്രദേശങ്ങളിൽ നിന്ന് മുൻകരുതൽ എന്ന നിലയിൽ പല കെട്ടിടങ്ങളും ഒഴിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്യൻ മെഡിറ്ററേനിയൻ സീസ്മോളജിക്കൽ സെന്ററും ഇറാൻ അധികൃതരും ഭൂചലനം സ്ഥിരീകരിച്ചു. ഇതിനിടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുതെന്ന് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി തലവൻ റഫാൽ ഗ്രോസി മുന്നറിയിപ്പ് നൽകി. അണുവികിരണമായിരിക്കും ആക്രമണത്തിന്റെ ഫലം. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് ആണവ സുരക്ഷയെ ബാധിക്കും. നിലവിൽ അണുവികിരണത്തിന് ഇടയാക്കിയിട്ടില്ലെങ്കിലും അതിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഇസ്രായേൽ ഇറാൻ സംഘർഷം ആരംഭിച്ചപ്പോൾ മുതൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളുടെ സ്ഥിതി നിരീക്ഷിക്കുകയാണെന്നും റഫാൽ ഗ്രോസി പറഞ്ഞു. ടെഹ്റാനിലെ മിസൈൽ ഫാക്ടറി അടക്കം ഇറാനിലെ ഡസനോളം സൈനിക താവളങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ടെഹ്റാനിൽ ഒരു ആണവ ശാസ്ത്രജ്ഞനെ കൂടി വധിച്ചുവെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു. ഇസ്രയേലിൽ ടെല്ലവീവ്, ഹൈഫ, ബീർഷെബ നഗരങ്ങളിലെ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളിൽ 17 പേർക്കാണ് പരിക്കേറ്റത്. ഇസ്രയേൽ ആക്രമണം നിർത്താതെ ആണവ ചർച്ച പുനരാരംഭിക്കാനാകില്ലെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളെ ഇറാൻ അറിയിച്ചിട്ടുള്ളത്. ജനീവയിൽ ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായും യൂറോപ്യൻ യൂണിയന്റെ വിദേശ നയകാര്യ മേധാവിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ഇക്കാര്യം വ്യക്തമാക്കിയത്. സമാധാനപരമായ ആവശ്യങ്ങൾക്കായാണ് ഇറാന്റെ ആണവ പദ്ധതി. അതിന്മേലുള്ള ആക്രമണം രാജ്യാന്തര നിയമങ്ങൾക്കെതിരെയാണ്. ഇസ്രയേൽ ആക്രമണം തുടർന്നാൽ സ്വയം പ്രതിരോധമെന്ന അവകാശം ഇറാൻ നിർവഹിക്കുമെന്നും അബ്ബാസ് അറാഗ്ചി വ്യക്തമാക്കി. ജനീവയിൽ നടക്കുന്ന ചർച്ച ഗുണം ചെയ്യുമെന്ന് കരുതുന്നില്ലെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇറാന് യൂറോപ്യൻ രാജ്യങ്ങളുമായി ചർച്ച ചെയ്യുവാൻ താല്പര്യമില്ല, എന്നാൽ ഞങ്ങളോട് സംസാരിക്കുവാൻ താല്പര്യമുണ്ട്. ഇറാൻ ഇസ്രയേൽ വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സഹായിക്കാനാകില്ലെന്നാണ് ട്രംപ് പറഞ്ഞത്.
ഇസ്രയേലിന്റെ എല്ലാ തരത്തിലുള്ള ആയുധങ്ങൾ നോക്കുകയാണെങ്കിൽ 12 ദിവസത്തിനുള്ള സ്റ്റോക്ക് മാത്രമേ ഉള്ളൂവെന്ന് നയതന്ത്ര വിദഗ്ധനും മുൻ അംബാസിഡറുമായ MK ഭദ്രകുമാർ പ്രതികരിച്ചു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇക്കാര്യം വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ട്രംപ് സംഘർഷത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അമേരിക്ക തയ്യാറാക്കി വെച്ച ഭീമാകാരമായ ബോംബിലാകും, അതായത് 30,000 പൗണ്ട് ഏകദേശം 13,600 കിലോഗ്രാം ബോംബിലാകും അദ്ദേഹത്തിന്റെ കണ്ണ്. ഇത് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആയുധമല്ല. അതുകൊണ്ട് തന്നെ ആയുധത്തിന് ലക്ഷ്യമിട്ട ഫലം കിട്ടിയില്ലെങ്കിൽ ഇറാൻ എങ്ങനെ നേരിടുമെന്നും നോക്കണം. ഇറാൻ തുച്ഛമായ രീതിയിലാണ് അവരുടെ ആയുധങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളത്. ഇത് കരുതിക്കൂട്ടിയാണ്. 20% മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അതിനർത്ഥം അവർക്കും സർപ്രൈസ് കൊണ്ടുവരാനാകുമെന്നാണ്. റഷ്യ എന്താണ് ഇറാന് കൈമാറിയിട്ടുള്ള മിലിറ്ററി ടെക്നോളജി എന്നത് പുറത്താർക്കും അറിയില്ല. ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈലുകൾ 1 മണിക്കൂർ 18,000 കിലോമീറ്റർ വരെയാണ് പോകുന്നത്. ഇറാനു പുറമെ ചൈനയ്ക്കും വടക്കൻ കൊറിയയ്ക്കും റഷ്യയ്ക്കും മാത്രമേ ഈ മിസൈലുള്ളൂ. റഷ്യൻ ടെക്നോളജിയാണ് ഇതിന്റെ പ്ലസ് പോയിന്റ്. കഴിഞ്ഞ ദിവസം ചൈനയും റഷ്യയും തമ്മിൽ അതീവ പ്രാധാന്യമുള്ള കൂടിക്കാഴ്ച നടന്നു കഴിഞ്ഞു. ചൈന ഒരു തരത്തിലും ഇറാന്റെ തകർച്ചയെ സമ്മതിക്കില്ല എന്നുറപ്പാണ്. ട്രംപിനും ഇതറിയാം. അതുകൊണ്ട് തന്നെയാണ് ഭീമാകാരമായ ബോംബിൽ കണ്ണുവെക്കുന്നത്. സൈന്യത്തെ ഇറക്കി ഇറാഖിൽ ചെയ്തതുപോലൊരു ഓപ്പറേഷൻ ഇറാനിൽ സാധ്യമാകില്ല. ഇസ്രയേലിന്റെ വലിയൊരു പ്രത്യേകത അവരുടെ യാഥാർത്ഥ്യങ്ങളെ മറച്ചുപിടിക്കുവാൻ കഴിയുന്നു എന്നതാണ്. അവരുടെ രാഷ്ട്രീയ ശൈലി കൂടിയാണിത്. ഇക്കാര്യം ഫലപ്രദമായ അറബ് രാജ്യങ്ങൾക്ക് മേൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും ദിവസത്തിനിടയ്ക്ക് തെല്ലവീവിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അയൺ ഡോമിന്റെ കാര്യക്ഷമത പോലും തുറന്നു കാട്ടപ്പെട്ടു. ഇന്റർസെപ്റ്റ് കൊണ്ടുപോലും ഇറാൻ അയക്കുന്ന ഫത്താഹ് മിസൈലുകളെ തടയാനാകുന്നില്ല. ഇറാന്റെ കയ്യിൽ ഇനിയും വലിയ സ്റ്റോക്കുണ്ട്. സംഘർഷം 2 ആഴ്ച കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇസ്രയേൽ എന്ന രാജ്യം അവശേഷിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ നെതന്യാഹുവിന്റെ കയ്യിൽ ഒരേയൊരു ആയുധമേ ഉള്ളൂ. അത് ന്യൂക്ലിയർ ബോംബാണ്. ഇത് അമേരിക്കയ്ക്ക് അറിയാം. അവരാണല്ലോ കൈമാറിയത്. സംഘർഷം എവിടെ വരെ എത്തുമെന്ന് റഷ്യയ്ക്കും ചൈനയ്ക്കും നല്ലതുപോലെ അറിയാം. ഇസ്രയേൽ തകർന്നു എന്ന ഘട്ടം വരികയാണെങ്കിൽ ന്യൂക്ലിയർ ബോംബ് അവർ ഉപയോഗിക്കും. ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കുന്നതിന് മുമ്പ് എല്ലാ ഓപ്ഷനുകളും അവർ ഉപയോഗിക്കുവാൻ സാധ്യതയുണ്ട്. ഒരാളെ കൊല്ലുക എന്നത് തന്ത്രപരമായി സ്വീകരിക്കുന്നവരാണ് ഇസ്രയേൽ. അതുകൊണ്ട് ഇറാൻ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ വധത്തെ തള്ളിക്കളയാനാകുന്നില്ല. ട്രംപിന്റെ അഭിപ്രായം ചോദിക്കാതെ തന്നെ അവർ അത് ചെയ്യും. ആത്മഹത്യാപരമായ നീക്കമാണെങ്കിൽ പോലും അവരത് ചെയ്യുമെന്നാണ് MK ഭദ്രകുമാർ ഒരു ന്യൂസ് അവറിൽ പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.